ഉച്ചയ്ക്ക് വർക്കിന് പോകുമ്പോൾ സാധാരണ ഞാൻ ഹോട്ടലിൽ നിന്ന് ഊണാണ് മേടിക്കുന്നത്. ഊണ് പൈസ ലാഭിക്കാൻ മേടിക്കുന്നതാണെങ്കിൽ എല്ലാ ഹോട്ടലിലെ ഊണിനും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്നും ടേസ്റ്റ് മാറാത്ത ഒന്നുണ്ടെങ്കിൽ അത് അച്ചാറാണ്. അപ്പൊ എനിക്ക് ഈ വിനാഗിരിയുടെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാർ മേടിക്കുന്നത് എപ്പോഴും സ്പൈസ് ആൻഡ് മോറിൽ നിന്നാണ്. പഴയത് തീർന്നുകൊണ്ട് തന്നെ ഞാൻ പുതിയത് ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ രാവിലെ തന്നെ ഡെലിവറി ബോയ് വന്നുകൊണ്ട് അതും ബാഗിൽ ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി. നമ്മുടെ ബാംഗ്ലൂരോട് വന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ ഓർത്തുന്ന ഒരു വീഡിയോ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന്. അപ്പൊ കണ്ടന്റും ആവുമല്ലോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ വരുന്നത്. കാർഡ്ബോർഡ് ബോക്സിനകത്താണ് സാധനം വരുന്നത്. എന്നിട്ടും ഇൻഡിവിജ്വൽ ഐറ്റത്തിന് വേണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു പ്ലാസ്റ്റിക് റാപ്പ്. അപ്പൊ ഈ വട്ടം ഓർഡർ ചെയ്ത് ഇവരുടെ കല്യാണത്തിന് കിട്ടുന്ന വൈറ്റ് ലെമൺ പിക്കിളും ഞാൻ ഇതുവരെ ഇവരുടെ നോൺ വെജ് ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചിക്കൻ പിക്കിളും ഒരു ഫിഷ് പിക്കിളും ഒരു മീറ്റ് പിക്കിളും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി മിക്സ്ഡ് വെജ് പിക്കിളും. ഈ മീറ്റ് പിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫാണ് കേട്ടോ. ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ബീഫ് പിക്കിൾ കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉദ്ഘാടനം അതിൽ തന്നെ ആക്കി. മച്ചമാരെ സാധാരണ അച്ചാർ കഴിക്കുന്നതിന്റെ കൂട്ടല്ല ഇച്ചിരി പോലും ഒരു വിനാഗിരിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ബീഫിന്റെ നല്ല സൂപ്പർ ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത ഇവരുടെ ചിക്കൻ പിക്കിളാണ്. ചിക്കനെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് വറുത്തിട്ടാണ് ഈ പിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കഷ്ണത്തിനകത്ത് അതിന്റെ ടേസ്റ്റ് സൂപ്പർ ആയിട്ട് ചെന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കിൽ ഇരുന്ന് കഴിക്കുന്നതൊക്കെ ചമ്മലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ വീടൊക്കെ വിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ആശ്രയം ഇങ്ങനത്തെ പ്ലേസസ് ആണ്. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത ഇവരുടെ കോക്കനട്ട് ചമ്മന്തിപ്പൊടിയാണ്. ഒരു നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ ചോറിന്റെ കൂടെ വേറെ കറി ഒന്നും വേണ്ട. പിന്നെ ലാസ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത ഇവരുടെ ഫിഷ് പിക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പോലെ വിനാഗിരിയുടെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ലെങ്കിലും ഒരു ഹോം മെയ്ഡ് അച്ചാറിന്റെ ടേസ്റ്റ് വേണമെങ്കിലും സ്പൈസ് ആൻഡ് മോറിൽ നിന്ന് മേടിക്കുക. ഞാൻ അവരെ കൊലാബിലിട്ടേക്കാം.